എനിക്ക് മാർക്ക് നേടാൻ കഴിഞ്ഞില്ല. മാത്സിന്റെ എക്സാം കഴിഞ്ഞിട്ട് വന്ന് ഞാൻ ആ എക്സ്പീരിയൻസ് പറയണ വീഡിയോ ഉണ്ട് തെളിവായിട്ട്. മോഡൽ എക്സാം സിമ്പിൾ ആയിരുന്നോ? സിമ്പിൾ. ഞാൻ എന്ത് ചെയ്തു? പൊളി സുഖം. അങ്ങനെ 9 മാർക്ക്. ഹായ് ഫ്രണ്ട്സ്, ഡിഡി വ്ളോഗ്സിന്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പം ഇന്നൊരു സ്പെഷ്യൽ വീഡിയോയാണ് ഗൈസ്. നിങ്ങൾ കുറെ പേര് കുറെ നാളുകളായിട്ട് റിക്വസ്റ്റ് ചെയ്തിരുന്ന വീഡിയോയാണ് മൈ എക്സാം പേപ്പർ റിവീൽ. അപ്പൊ ഞാനിതിന് മുന്നേ ചെയ്തിട്ടില്ല എന്ന് തോന്നുന്നു എന്റെ എക്സാം പേപ്പർ റിവീൽ ചെയ്യണത്. അപ്പം ഇപ്രാവശ്യം എന്റെ മോഡൽ 1ന്റെ എക്സാം കഴിഞ്ഞു, 10th. അപ്പം അത് ആ എക്സാം പേപ്പറിന്റെ മാർക്കും എക്സാം പേപ്പറും നിങ്ങളെ കാണിക്കാമെന്ന് വിചാരിച്ചു ഗൈസ്, എല്ലാവരുടെയും റിക്വസ്റ്റ് പ്രകാരം. അപ്പൊ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോവാം. ആദ്യം തന്നെ വേറൊരു കാര്യം പറഞ്ഞുകൊണ്ട് ഇവിടെ കടുന്നൽ കൂടുണ്ടോ? ഒരു കടുന്നൽ കൂടുണ്ട്, ഒന്ന് തട്ടരുത്. ഞാൻ പോവാണ്. കുത്തി അകത്തേക്ക് ഓടി വരുന്നത് ആ പാടത്തേക്ക് ചാടിക്കും. ഓക്കെ ഗൈസ്, അപ്പം നിങ്ങൾ വിചാരിക്കുന്നത് പോലെ ഈ മാർക്ക് കാണുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും ഞാൻ എത്ര പഠിപ്പിയാണ് എന്ന്. നിങ്ങൾ കുറെ പേര് പറഞ്ഞിരുന്നു ദേവു പഠിക്കും, ദേവുവിന് നല്ല മാർക്ക് ഉണ്ടാവും എന്നൊക്കെ ആയിരിക്കും നിങ്ങളുടെ ആ ഒരു ധാരണ. പക്ഷെ ആ ധാരണ ഞാൻ ഇന്ന് മാറ്റിത്തരാൻ പോവുകയാണ് ഗൈസ്. ഞാൻ ഒരു ആവറേജ് സ്റ്റുഡന്റ് ആണ്. എന്റെ മാർക്ക് കണ്ടാൽ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവും. സ്റ്റഡി വ്ലോഗ് കണ്ടു കഴിഞ്ഞാൽ ഞാൻ ഹൈ ലെവൽ സ്റ്റഡി വ്ലോഗ് കുറച്ച് മുമ്പ് സ്റ്റഡി വ്ലോഗ് ഉണ്ട്. അതിൽ കുട്ടികളെ ട്രെയിൻ ചെയ്യാതെ നിങ്ങൾ എന്തൊക്കെ ചെയ്യണം, മറ്റേതൊക്കെ ചെയ്യണം കാണാം. മാത്സിന്റെ എക്സാമിന്റെ തലേന്നാണ് ഞാൻ ആ സ്റ്റഡി വ്ലോഗ് എടുത്തത്. ഈ മാത്സിന്റെ പേപ്പർ ഇതിലുണ്ട്. ആകെ ഈ റിസൾട്ടിന് ഇങ്ങനെ വരുന്നോണ്ട് തന്നെ ആ വീഡിയോയിൽ അത് ഓട്ടെ കട്ടിങ് കളഞ്ഞു. നിങ്ങൾ ഇന്ന വൈബ് ചെയ്യണം എന്ന് പറഞ്ഞ സാധനം പറഞ്ഞിട്ടില്ലേ? വീഡിയോ എടുത്തു അതിനകത്ത് ഉണ്ടാവില്ല. ഇല്ല, ഞാൻ ആ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഗൈസ്, ഞാൻ പഠിക്കുന്നവര് നിങ്ങൾ പഠിച്ച് ഞാൻ മാർക്ക് ഉണ്ടാവില്ല, നിങ്ങൾ പൊട്ടും എന്ന് ഞാൻ പറഞ്ഞതാണ്. പക്ഷെ എന്നാലും ഞാൻ വേറെ രീതിയിലാണ് നിങ്ങൾക്ക് പറഞ്ഞു തന്നത് കേട്ടോ. സോ ആകെ 3 പേപ്പറേ ഇതിലുള്ളൂ. ടോട്ടൽ 5 സബ്ജക്റ്റ് ആണ്. അപ്പം ഒരു സബ്ജക്റ്റിന്റെ കിട്ടിയിട്ടില്ല, 5 സബ്ജക്റ്റ് ആണ്. അതിൽ 2 സബ്ജക്റ്റിന്റെ പേപ്പർ തിരിച്ചു കൊടുത്തു, സൈൻ ചെയ്തിട്ട് തിരിച്ചു കൊടുക്കണം പറഞ്ഞു. അപ്പം തിരിച്ചു കൊടുത്തിട്ടുണ്ട്. ഏതിന്റെ കൊടുത്തു വെച്ച് കഴിഞ്ഞാല് ഇംഗ്ലീഷും മലയാളം. അതിനായിരുന്നു മാർക്ക് കുറച്ചെങ്കിലും ഉണ്ടായിരുന്നത്, പക്ഷെ അത് കൊടുത്തു. അതിന്റെ മാർക്ക് ഞാൻ പറയുന്നതാണ്. പക്ഷെ ഇതിപ്പം എന്റെ കയ്യിൽ 3 സബ്ജക്റ്റ് ഉള്ളൂ. ഈ 3 സബ്ജക്റ്റിന്റെ ഞാൻ കാണിച്ചു തരാം. ഫസ്റ്റ് വലുതെന്ന് തുടങ്ങണോ ചെറുതെന്ന് തുടങ്ങണോ എനിക്കറിയില്ല. എന്തായാലും എല്ലാത്തിനും സെയിം കണക്കാണ് മാർക്ക്. എന്തായാലും ഞാൻ ചെറിയ മാർക്കിൽ നിന്ന് തുടങ്ങാം. ഫസ്റ്റ് ഓഫ് ഓൾ എന്റെ സയൻസിന്റെ മാർക്കാണ്. സയൻസ് പറയുന്നത് എന്റെ ഫേവറേറ്റ് സബ്ജക്റ്റ് ആണ് ഗൈസ്. സോ അതിനാണ് എനിക്ക് മാർക്ക് കുറവ്, കുറവ് അതിനാണ്. ഞാൻ എത്ര പഠിച്ചു പോയാലും മാർക്ക് കിട്ടാത്തൊരു സബ്ജക്റ്റ് സയൻസ് ആണ് ഗൈസ്. എനിക്ക് സയൻസിൽ അങ്ങനെ ജീവിതത്തിൽ മാർക്ക് കിട്ടിയുള്ള ഒരു ചരിത്രം എനിക്കില്ല. 6ാം ക്ലാസ്സിന് മുന്നേ കിട്ടിയിരുന്നു. 6ാം ക്ലാസ്സിന് മുന്നേ ഞാൻ പഠിപ്പിയായിരുന്നു. ഇപ്പോഴാണ് ഞാൻ ഉഴപ്പിയത് ഗൈസ്. പക്ഷെ ഉഴപ്പിയിട്ടില്ല. ഞാൻ ഇപ്രാവശ്യം ഞാൻ നല്ലോണം എഫേർട്ട് ഇട്ട് പഠിച്ചു. ബട്ട് എനിക്ക് മാർക്ക് നേടാൻ കഴിഞ്ഞില്ല. അപ്പം സയൻസിന്റെ മാർക്ക് ഞാൻ കാണിച്ചാൽ ഇവിടെയാണ് മാർക്ക് എഴുതിയേക്കണത്, കാണുമെന്നറിയില്ല. 80ൽ 35. ഭയങ്കര മോശം മാർക്കാണ്. ഭയങ്കര മോശം മാർക്കാണ്. നിങ്ങൾ കാണുമ്പോൾ തന്നെ മനസ്സിലാവും. പിന്നെ മോഡൽ എക്സാം ആണ്, അതിൻ്റെതായിട്ടുള്ള ടഫ്നെസ് ഉണ്ട്. എന്നാലും ഞാൻ പാസ്സായല്ലോ ഓർത്ത് ആശ്വസിക്കാം ഗൈസ്. പാസ് മാർക്ക് 28 ആണ് പാസ് മാർക്ക്. ടീച്ചർമാർ എണ്ണിയപ്പോൾ തെറ്റിപ്പോയി. അപ്പം ഞാൻ എണ്ണിയപ്പോൾ കറക്റ്റ് മാർക്ക് എനിക്ക് കിട്ടി. അപ്പം 35.5 34 35 വന്നു. വലിയ മാറ്റം തന്നെയല്ലേ. ഇതിലിപ്പോൾ ഏതെനിക്ക് മാർക്ക് കൂടിയത് ഫിസിക്സിന് മേവ് പറയണോ, 25ൽ 8.5 25ൽ 9.5 ആക്കി. ഞാന് 9.5 എന്ന് പറഞ്ഞാൽ 10 ആണെന്ന് എനിക്ക് തോന്നുന്നു. 1/2 ആക്കി കൂട്ടുന്നതാണ് എൻ്റെ ഒരു നിഗമനം. പ്രോഗ്രസ് കാർഡിലൊക്കെ അങ്ങനെ ഇട്ടിട്ട് ഞാൻ കണ്ടിട്ടുണ്ട്. ബയോളജി 30ലും ബാക്കി കെമിസ്ട്രിയും ഫിസിക്സും 25ലുമാണ് മാർക്ക്. ടോട്ടൽ 80ൽ. ബയോളജി 30ൽ 10.5. സോ കെമിസ്ട്രിക്കാണ് എനിക്ക് ഏറ്റവും കൂടുതൽ മാർക്ക് ഗൈസ്. 25ൽ 15.5. ആ കൂട്ടത്തിൽ കമ്പാരിറ്റീവ്ലി മാർക്ക് കൂടുതൽ കെമിസ്ട്രിക്കാണ്. ഇത് ഇപ്രാവശ്യം ഞങ്ങളെ മോഡൽ എക്സാമിന്റെ പേപ്പർ ഇങ്ങനെയാണ്. ഇപ്രാവശ്യമല്ല, മോഡൽ എക്സാമിന്റെ പേപ്പർ ബോർഡ് എക്സാമിന്റെ ഒരു മോഡലാണ് ഗൈസ്. ഇവിടെ പേരെഴുതുക, എന്നിട്ട് ബബിൾ ചെയ്യുക,
എന്നിട്ട് റോൾ നമ്പർ അങ്ങനത്തെ ഓരോന്ന് എഴുതുക ഗൈസ്. റോൾ നമ്പർ, സബ്ജക്റ്റ് കോഡ്, സെന്റർ നമ്പർ, സ്കൂൾ നമ്പർ, പിന്നെ എൻ്റെ സൈന്, പാരൻസിന്റെ പേര്, അല്ല ഫാദേഴ്സ് ഗാർഡിയൻസ് നെയിം. പിന്നെ അവിടെ എന്തൊക്കെയൊക്കെയോ ഫില്ല് ചെയ്യാനുണ്ട്. അത് ഫില്ല് ചെയ്യാൻ തന്നെ 10 മിനിറ്റ് ഉണ്ട് ഗൈസ്. ബബിൾ ചെയ്ത് കറുപ്പിച്ച് അങ്ങനെ പോവാനും. 32 പേജ് ഉണ്ടാവും. ഒരു ബുക്കുമാരിയാണെന്നൊക്കെ ഞാൻ കേട്ടത്. പിന്നെ കുറെ 10 കഴിഞ്ഞ കുട്ടികൾ ഇത് കാണുന്നുണ്ടാവും, അപ്പോൾ അവർക്കറിയുണ്ടാവും. ഞാൻ ജസ്റ്റ് പറഞ്ഞതേ ഗൈസ്, ഞാൻ ആദ്യമായിട്ടാണല്ലോ മോഡൽ എക്സാം എഴുതണത്. സോ നെക്സ്റ്റ് സബ്ജക്റ്റ് SS ആണ്. ഇപ്പം ഇന്ത്യയിൽ ആകെ സയൻസും SS-ഉം മാത്സും മാത്രമേ ഉള്ളൂ. മെയിൻ ആയിട്ടുള്ള സബ്ജക്റ്റ് മാത്രമേ ഉള്ളൂ ഇപ്പം എൻ്റെ കയ്യിൽ. മലയാളം, ഇംഗ്ലീഷും ഞാൻ ഓൾറെഡി ടീച്ചറിന് കൊടുത്തു ഞാൻ പറഞ്ഞതാണ്. മലയാളത്തിന് ഇംഗ്ലീഷിനെ മാർക്ക് ഞാൻ ലാസ്റ്റ് പറയാം. അതിന് ഇംഗ്ലീഷിനാണ് മാർക്ക് കൂടുതൽ. പക്ഷേ മാർക്ക് നോക്കുകയാണെങ്കിൽ കമ്പാരിറ്റീവ്ലി മാർക്ക് കൂടുതൽ ഇംഗ്ലീഷിനാണ്. പക്ഷേ ഇംഗ്ലീഷ് മാത്രം നോക്കുകയാണെങ്കിൽ അതിന് മീൻസ് അത്ര പോരാ മാർക്ക്. സോ നെക്സ്റ്റ് SS-ന്റെ പേപ്പർ. SS ഫസ്റ്റ് ഓഫ് ഓൾ എനിക്ക് SS-നെ പറ്റി പറയുകയാണെങ്കിൽ എനിക്ക് ഏറ്റവും ഇഷ്ടമില്ലാത്ത സബ്ജക്റ്റ് ആണ് SS. അതുകൊണ്ട് തന്നെ സയൻസിനേക്കാൾ മാർക്ക് SS-നാണ് 49. ഞാൻ വലിയ ബിൽഡപ്പ് ഒക്കെ ഇടുമ്പോൾ വിചാരിക്കും നല്ല മാർക്ക് ഉണ്ട്, പക്ഷെ മാർക്കില്ല, തീരെ മാർക്കില്ല. ഇപ്രാവശ്യം പൊതുവേ മാർക്ക് കുറവാണ്. 9th എനിക്ക് മാർക്ക് കുറവായിരുന്നു. ഒരു 15 above ഒക്കെ ഉണ്ടായിരുന്നുള്ളൂ. ഓക്കെ, SS-നെ പറ്റി എനിക്ക് വല്ലാതെ പറയാൻ താല്പര്യമില്ല ഗൈസ്. സോ ലാസ്റ്റ് സബ്ജക്റ്റ് ആയി മാത്സ്. മാത്സിന് എനിക്ക് ഇപ്പൊ ഈ 2 സബ്ജക്റ്റിനെക്കാട്ടിലും മാർക്ക് എനിക്ക് മാത്സിനാണ്. 80-ൽ 50. മാത്സിനാണ് എനിക്ക് കൂട്ടത്തിൽ മാർക്ക് കൂടുതൽ. ഈ 2 സബ്ജക്റ്റിനേക്കാളും മാർക്ക് കൂടുതൽ മാത്സിനാണ്, 80-ൽ 50. സോ മാത്സിന് ഞാൻ ട്യൂഷന് പോകുന്നുണ്ട്. പക്ഷെ ഈ മാർക്ക് പോരാ. പക്ഷെ മാത്സിന് എനിക്ക് എൻ്റെ ഒരു എയിം അറിയണത് മാത്സിന് ഒരു 65-ന്റെ മുകളിലൊക്കെ ആയിരുന്നു. ഞാൻ എഴുതിയപ്പം ഞാൻ മാത്സിന്റെ എക്സാം കഴിഞ്ഞിട്ട് വന്ന് ഞാൻ ആ എക്സ്പീരിയൻസ് പറയണ വീഡിയോ ഉണ്ട് തെളിവായിട്ട്. മോഡൽ എക്സാം സിമ്പിൾ ആയിരുന്നോ? ഞാൻ എന്ത് ചെയ്തു, MCQ ഒക്കെ പൊളി സുഖം അങ്ങനെ പറഞ്ഞിട്ട് ഞാൻ വന്നത് 50 മാർക്ക്. കോമഡി എന്തായാലും. പക്ഷെ എനിക്ക് ഞാൻ പറഞ്ഞുതരാം, ഞാൻ എഴുതിയ ടൈമിൽ ഞാൻ ഒരു 62 പ്രതീക്ഷിച്ചിരുന്നു. പിന്നെ ഞാൻ ജസ്റ്റ് ക്വസ്റ്റ്യൻ പേപ്പർ നോക്കിയപ്പോൾ വീട്ടിൽ വന്നപ്പോഴും അത്ര പ്രതീക്ഷിച്ചിരുന്നു കേട്ടോ. പിന്നെ ക്വസ്റ്റ്യൻ പേപ്പർ നോക്കി ഗൂഗിളിലൊക്കെ ഇങ്ങനെ ആൻസർ നോക്കുമ്പോൾ 62, 61, 55, 52, 49, 48 അങ്ങോട്ടൊക്കെ എത്തിട്ടോ. 48 ആ ഒരു മാർക്കൊക്കെ എത്തി. 62 പ്രതീക്ഷിച്ച് ഞാൻ 47 അങ്ങനത്തെ മാർക്കൊക്കെ എത്തിട്ടോ. ഞാൻ ഇങ്ങനെ ആലോചിച്ച് മീൻസ് ക്വസ്റ്റ്യൻ പേപ്പർ രണ്ടാമത് നോക്കിയപ്പം ഞാൻ വിചാരിച്ചു ചിലപ്പോൾ 45, 46 ഒക്കെ ഉണ്ടാവുള്ളൂ മാർക്ക് എന്ന് വിചാരിച്ചു. പക്ഷെ പേപ്പർ വന്നപ്പോൾ 50. അപ്പോൾ കുഴപ്പമില്ല. എൻ്റെ മാർക്കൊക്കെ കണ്ടിട്ട് നിങ്ങൾക്ക് വയറ് നിറഞ്ഞെന്ന് വിചാരിക്കുന്നു. ദിയമോളെ മാർക്ക് കണ്ടിട്ടുണ്ടാവും. ദിയമോളെ മാർക്ക് റിവ്യൂ വീഡിയോ കണ്ടിട്ടുണ്ടാവും. ഒരു ചെറിയ വീഡിയോ ആയിരുന്നു അത്. ദിയമോൾക്ക് നല്ല മാർക്കുണ്ട്. ഇങ്ങനെയാണ് എൻ്റെ മാർക്കെങ്കിൽ ബോർഡ് എക്സാമിന് എന്താവും മാർക്ക് എനിക്കൊരു പിടുത്തമില്ല ഗൈസ്. അപ്പത്തേനും ഞാൻ പഠിച്ചേ പറ്റുള്ളൂ. ഒന്നും കൂടെ എഫേർട്ട് എടുത്ത് പഠിച്ചേ പറ്റുള്ളൂ ഗൈസ്. ഞാൻ ആദ്യമായിട്ടാണ് ഇങ്ങനെ മീൻസ് ഉറക്കം കളഞ്ഞ് പഠിക്കണത് എക്സാമിനൊക്കെ. പക്ഷെ ഉറക്കം കളഞ്ഞ് പഠിക്കാൻ പാടില്ല എന്നാണ് കേട്ടോ. വല്ലാതെ പഠിത്തത്തിനെ പറ്റിയൊന്നും പറയണില്ല. നിങ്ങളുടെ രീതിയിൽ പഠിക്കാൻ, ഞാൻ എൻ്റെ രീതിയിൽ പഠിക്കാൻ. എൻ്റെ രീതിയിൽ നിങ്ങൾ പഠിച്ചു കഴിഞ്ഞാൽ. ഇന്നത്തെ വീഡിയോ ഇത്രേ ഉള്ളൂ. എല്ലാവരും എൻ്റെ മാർക്ക് എങ്ങനെ ഉണ്ടെന്ന് പറയാ. ആവറേജ് ആണോ അതോ ബിലോ ആവറേജ് ആണോ എന്ന് നിങ്ങളുടെ ആ ഒരു മൈൻഡ് സെറ്റിനനുസരിച്ച് നിങ്ങൾ പറയാ ഗൈസ്. നിങ്ങൾക്ക് എത്ര മാർക്കാണ് കിട്ടാറ്, നിങ്ങൾ ഏത് പൊസിഷനിലാണ് പഠിത്തത്തിൽ എന്നൊക്കെ പറയാ. അപ്പം കമന്റിൽ കുറച്ച് മോട്ടിവേഷനും തരിക ഗൈസ്. 10ാം ക്ലാസ് ആയിട്ടും ബന്ധപ്പെട്ട എനിക്ക് വായിച്ച് ഒന്ന് മോട്ടിവേറ്റഡ് ആവാനാണ് ഗൈസ്. സോ നമ്മുടെ ഇന്നത്തെ വീഡിയോ ഇത്രേ ഉള്ളൂ. എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെട്ടു വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ അമർത്താൻ മറക്കരുത്. അപ്പം ഇനി പുതിയ വീഡിയോ വീണ്ടും വരുന്നതായിരിക്കും. അപ്പം എല്ലാവർക്കും ബൈ ബൈ.